കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ നാവ് പൊന്നാണ്. പൊന്നാണെന്ന് പറയാൻ കാര്യം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ എത്ര അച്ചട്ടായിട്ടാണ് വരുന്നത്. ഒരുപക്ഷേ 41 ദിവസം പണ്ട് മൂകാംബികയിൽ ഭജനമിരുത്തിയതിന്റെ ഗുണമായിരിക്കാം. ആ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കഥകളല്ല, നടന്ന സംഭവമാണെന്നാണ് പറയുന്നത്. കെ മുരളീധരനെ, സ്വന്തം മകനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുമ്പോൾ, സേവാദളിന്റെ ചെയർമാനായിട്ട് കൊണ്ടുവരുമ്പോൾ, അതിനുമ്പ് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം പല അബദ്ധങ്ങളും പറഞ്ഞിരുന്നു. ആ കാലത്ത് തുടക്കത്തിൽ കെ മുരളീധരൻ സേവാദളിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ നമ്മുടെ രാഷ്ട്രീയം ഓർക്കുക. ആ കാലം അന്ന് കെ കരുണാകരൻ കോൺഗ്രസിലെ രാജാവാണ്, അവസാന വാക്കാണ്, മുഖ്യമന്ത്രി. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കരുണാകരന്റെ അവസാന വാക്കായിരുന്ന ഒരു കാലത്ത് അങ്ങനെ കെ മുരളീധരൻ സ്വന്തം മകനെ സേവാദളിന്റെ ചെയർമാനാക്കുന്നു. ചില അബദ്ധങ്ങൾ പറഞ്ഞപ്പോൾ കരുണാകരൻ ചെയ്തത്, ലീഡർ കെ കരുണാകരൻ ചെയ്തത്, മൂകാംബികയിൽ കൊണ്ട് 41 ദിവസം മൂകാംബിക ദേവിയുടെ ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബികയിൽ കൊണ്ട് ഭജനമിരുത്തി എന്നാണ് പറയുന്നത്. ഭജനമിരുത്തി നാവിൽ വിളയാടണം. കാരണം സരസ്വതിയാണല്ലോ വിദ്യാദേവത, നാവിൽ വിളയാടണം. അങ്ങനെ 41 ദിവസം കെ മുരളീധരനെ അവിടെ ഭജനമിരുത്തിയതിനു ശേഷം പുറത്തിറങ്ങി വന്ന മുരളീധരൻ പിന്നെ മറ്റൊരു മുരളീധരനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സാക്ഷികളില്ല, നമുക്ക് നേരിട്ട് തെളിവില്ല, പറഞ്ഞു കേട്ടതാണ്, കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നതാണ്. അതിനുശേഷം മുരളീധരന്റെ വാഗ്വിലാസങ്ങൾ, മുരളീധരൻ എന്തു പറഞ്ഞാലും അത് അച്ചട്ടാവുന്ന പല കാര്യങ്ങളും പിന്നീട് സംഭവിച്ചു. അതാണിപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. KPCCക്ക് പുതിയ പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന സമയത്ത് പല പേരുകൾ ഉയർന്നു വന്നപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ KPCCയുടെ പുതിയ പ്രസിഡന്റ് ആക്കണം, ക്രിസ്ത്യാനികൾ കോൺഗ്രസ് വിട്ടു പോകുന്നു, തിരിച്ചു പിടിക്കാൻ സമുദായ കാർഡ് അല്ലെങ്കിൽ ജാതി കാർഡ് കളിക്കണം. ശരി, അങ്ങനെ വന്ന് ക്രിസ്ത്യൻ പേരുകൾ പലതും വന്നപ്പോൾ പല പേരുകൾ വന്നു. ഇപ്പം പ്രസിഡന്റായ സണ്ണി ജോസഫിന്റെ പേര് വന്നു, അതിനു മുമ്പ് ബെന്നി ബെഹനാന്റെ പേര് അതോടൊപ്പം വന്നു, വേറെ 2-3 പേരുകൾ വന്നപ്പോൾ കെ മുരളീധരൻ പറഞ്ഞ ഒരു വാചകം ഇവിടെ ഞങ്ങൾ ഓർക്കുകയാണ്. പറഞ്ഞത്, ആര് KPCC പ്രസിഡന്റ് ആയിട്ട് ഇരിക്കട്ടെ, തീരുമാനിക്കട്ടെ ഹൈക്കമാൻഡ്, പക്ഷേ ഈ ഫോട്ടോ കണ്ടാൽ അറിയുന്ന ഒരാളെ വേണം പ്രസിഡന്റ് ആക്കാൻ എന്നാണ് മുരളീധരൻ പറഞ്ഞത്, കെ മുരളീധരൻ. ഇപ്പൊ അത് കഴിഞ്ഞ് ബെന്നി ബെഹനാനെ ഒഴിവാക്കി. എന്താ, ഒരു കത്തോലിക്കൻ തന്നെ KPCC പ്രസിഡന്റ്, കത്തോലിക്കൻ തന്നെ വേണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും ശരിയാവത്തില്ല, കത്തോലിക്കൻ തന്നെ വേണം. അങ്ങനെയാണ് സണ്ണി ജോസഫ് പറയുന്ന കത്തോലിക്കനെ ആക്കിയത്. ബെന്നി ബെഹനാൻ ജാക്കോബൈറ്റ്സ് ആണ്, മറ്റേ എതിർസഭയാണ്, അപ്പോൾ അത് പറ്റത്തില്ല. അങ്ങനെ ബെന്നി ബെഹനാൻ ഔട്ടായി. ജാതിക്കാട് സമുദായത്തിലെ, ക്രിസ്ത്യൻ സമുദായത്തിലെ ഈ ഉപവിഭാഗങ്ങളുടെ രാഷ്ട്രീയ കളിയുടെ പേരിൽ ബെന്നി ബെഹനാൻ ജാക്കോബൈറ്റ്സ് ആയതുകൊണ്ട് പിന്നെ സഭാതർക്കവും കേസും ഒക്കെ നമുക്കറിയാമല്ലോ, ഓർത്തഡോക്സ് പിന്നെ അതുപോലെ യാക്കോബായ തർക്കങ്ങൾ. അപ്പോൾ കത്തോലിക്കനല്ല ബെന്നി, അതുകൊണ്ട് ബെന്നി ബെഹനാൻ പ്രസിഡന്റ് ആവാൻ പാടില്ല. പിന്നെ ഒരു കത്തോലിക്കനെ തന്നെ വേണമെന്ന് പിന്നെ കേന്ദ്രത്തിലെ രാഹുൽ ഗാന്ധി കുടുംബം തീരുമാനിച്ചു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, അങ്ങനെ അവസാനം സണ്ണി ജോസഫ്. അതിൻ്റെ അകത്തൊക്കെ ഒരു കളി കളിച്ചത് കെ സുധാകരനാണ്. സുധാകരന്റെ വിശ്വസ്തനാണ് സണ്ണി ജോസഫ്. അതുകൊണ്ട് ബെന്നിയെ വെട്ടിയിട്ട് സണ്ണി ജോസഫിനെ ആക്കാൻ സുധാകരനും ഒരു തൻ്റെതായ ചില പിന്നെ ഇടപെടലുകൾ ഡൽഹിയിൽ ഹൈക്കമാൻഡിൽ നടത്തി എന്നുള്ള സത്യമാണ്. അങ്ങനെയാണ് സുധാകരൻ ഒഴിവായി സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാണ്. ഒരു ചാനൽ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ, യൂട്യൂബിൽ കണ്ട വീഡിയോ ആണ്. ഒരു ചാനല് വഴിയോരത്ത്, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്ന് തോന്നിപ്പിക്കുന്ന പോലെ ഒരു പ്രധാന വഴിയോരത്ത് കുറേ പേരോട് ചോദിക്കുന്നു, സണ്ണി ജോസഫിന്റെ ഫോട്ടോ കാണിച്ചിട്ട്, ഇതാ ഒരു 10-25 പേരോട്, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം അടങ്ങുന്ന ചെറുപ്പക്കാരൊക്കെ അടങ്ങുന്ന ഒരു 10-25 പേരോട് ഈ ചാനൽ ഈ ഫോട്ടോ, സണ്ണി ജോസഫിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, ഈ ആളെ അറിയുമോ? അവർക്ക് ആർക്കും അറിയത്തില്ല. എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് ചിലർ സംശയം പറയുന്നു. ചിലർ പറയുന്നു, എനിക്കറിയില്ല. സണ്ണി ജോസഫ് എന്ന് പറയുന്ന MLA 3 തവണ പേരാവൂരിൽ നിന്ന് ജയിച്ച് നിയമസഭയിൽ വന്നിരിക്കുന്ന MLA തിരുവനന്തപുരത്തെ ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വഴിയിലെ പോലെ തോന്നി. ആ വഴിയെ പോയ 10-25 പേരുടെ ഒരു ചാനല് ക്യാമറയും പിടിച്ചിട്ട് ഈ ഫോട്ടോയും കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ അവരാരും സണ്ണി ജോസഫിനെ തിരിച്ചറിയുന്നില്ല. 1-2 പേര് ഒരു സംശയം പോലെ, രാഷ്ട്രീയ MLA ആണോ സംശയം, പക്ഷെ പേരറിയത്തില്ല. അപ്പം മുരളീധരൻ പറഞ്ഞത് എന്തായി, ഫോട്ടോ കാണിച്ചാൽ തിരിച്ചറിയുന്ന ഒരാളെ KPCC പ്രസിഡന്റ് ആക്കണം.
ഇത് ഫോട്ടോ കാണിച്ചൊരു ചാനൽ കൊടുത്തിട്ട് 25 പേരോട് കാണിച്ചിട്ട് പോലും ആരും സണ്ണി ജോസഫിനെ തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പം ബെന്നി ബെഹനാനെ ആണെങ്കിൽ കുറേ പേരെങ്കിലും തിരിച്ചറിയുമായിരുന്നു, അല്ലെങ്കിൽ വേറെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ ആയിരുന്നെങ്കിൽ കുറേ പേര് തിരിച്ചറിയുമായിരുന്നു. എന്തേ തിരിച്ചറിയാത്തത്? കേരളത്തിൽ CPIM കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് കോൺഗ്രസിനെ വിലയിരുത്തുന്നത്, കരുതപ്പെടുന്നത്. അതിൻ്റെ തലപ്പത്ത് വരുന്ന ഒരാളിനെ വഴിയെ നടന്നു പോകുന്ന നമ്മുടെ ജനങ്ങളിൽ 25 പേരിൽ ഒരാൾ പോലും തിരിച്ചറിയില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കണ്ണൂർ പോയിട്ട് ഈ വീഡിയോ എടുക്കുകയാണെങ്കിൽ കണ്ണൂരുകാർ തിരിച്ചറിയായിരിക്കും. പക്ഷെ ഇത് തിരുവനന്തപുരത്ത് ചെയ്ത പോലെ ഒരു വീഡിയോയിൽ പറയുകയാണ്. അപ്പോൾ ഒരു പാൻ കേരള സാന്നിധ്യമില്ലാത്ത ഒരാളിനെ KPCC പ്രസിഡന്റ് ആക്കിയാൽ എന്താ കോൺഗ്രസ് അങ്ങനെ രക്ഷപ്പെടും? ഇനി ഞങ്ങൾ സണ്ണി ജോസഫിനോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. അദ്ദേഹം നന്നായി പ്രവർത്തിക്കട്ടെ, നല്ല KPCC പ്രസിഡന്റ് ആവട്ടെ. ഇനി അദ്ദേഹം പല ചടങ്ങുകളിൽ പൊതുവേദികളിൽ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖങ്ങൾ ഇനി ജനങ്ങൾ തിരിച്ചറിയും. അദ്ദേഹം പെട്ടെന്ന് ജനകീയനാകാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കാം. ഒക്കെ ശരി തന്നെ, ഞങ്ങളൊന്നും തർക്കിക്കുന്നില്ല. പക്ഷേ പൊതുജനങ്ങൾ ഫോട്ടോ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത ഒരാളെ KPCC പ്രസിഡന്റ് ആക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഈ നടപടിയെ പറ്റിയാണ് ഞങ്ങൾ ഇത്രയും പറയാൻ ഉദ്ദേശിച്ചത്. കെ മുരളീധരന്റെ നാവ് പൊന്നാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് എത്ര കറക്റ്റായി എന്ന് ആലോചിക്കണം. ഇപ്പോഴും ഞങ്ങൾ പറയട്ടെ, അദ്ദേഹം ചാർജ് എടുത്തു, സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തു. ഇപ്പോഴും ഈ നമ്മളെ തെക്കൻ തിരുവിതാംകൂറിലോ അല്ല തെക്കൻ കേരളത്തിലോ അല്ലെ മധ്യ കേരളത്തിലോ മലബാറിൽ അദ്ദേഹത്തെ പലർക്കും അറിയായിരിക്കും, ഈ ഫോട്ടോ കാണിച്ചാൽ എത്ര പേര് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഈ പേരാവൂർ MLA തിരിച്ചറിയും? പുതിയ KPCC പ്രസിഡന്റിനെ എങ്ങനെ തിരിച്ചറിയും? അറിയില്ല, അവർക്കറിയില്ല. അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കാൻ എന്തുകൊണ്ട് ഒരാൾക്ക് സാധിക്കുന്നില്ല? അദ്ദേഹം പുതിയ KPCC അധ്യക്ഷനായിട്ട് വന്നപ്പോൾ ചോദിക്കുകയാണ്, ഇതിനകം താങ്കളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? താങ്കൾ ഒരു പാൻ കേരള നേതാവായിട്ട് മുമ്പ് KPCC അധ്യക്ഷ കസേരയിൽ ഇരുന്നവരെ ഓർക്കുക, ഓരോരുത്തരെയും ഓർക്കുക, പണ്ട് മുതൽ ഇങ്ങോട്ട്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ എത്രയോ ചെറുതാണ്. ആ ഒരു ജനങ്ങളുമായിട്ടുള്ള ഒരു റീച്ച് അതിൽ എത്രയോ ചെറുതാണ്. ഈ കോൺഗ്രസിനെ രക്ഷിക്കാൻ ഇനി നിയമസഭ ഇലക്ഷൻ 1 വർഷം മാത്രം ബാക്കി നിൽക്കെ സണ്ണി ജോസഫിനെ കൊണ്ട് എന്ത് മാജിക്ക് ചെയ്യാൻ പറ്റും? ഒറ്റമൂലി മാജിക്ക് ബാൻഡ് എന്താണുള്ളത് എന്ന് ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കണം. ജാതിയും പറഞ്ഞ് മതവും പറഞ്ഞ് രാഷ്ട്രീയ തലപ്പത്ത് ആൾക്കാരെ പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ട് വെക്കുന്നത് കൊണ്ട് ഗുണമോ ദോഷമോ ഉണ്ടാകുമോ എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി ചിന്തിക്കുക. അത് അവരുടെ കാര്യം. ഞങ്ങൾ ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ.